വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്ന കോട്ടൺ കളക്ഷൻസ്, പ്യോർ കോട്ടണിൽ നല്ല ഭംഗിയുള്ള വർക്കുമായിട്ട് വന്നിട്ട് 3 ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസാണ്. ഡിഫറെൻറ്റ് റേഞ്ചാണ്. ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ പറയാം. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐഡി. ഇതാ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഇതുപോലെ പ്യോർ കോട്ടൺ ആണ്. കോട്ടണിൽ ഇങ്ങനെ ഒരു ബാന്തിനി ഡിസൈൻ പോലെ വന്നിട്ട് ഇതിൻ്റെ ഈ യോക്കിലെ വർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹാത്തി ഡിസൈൻ ഇതിൽ ചെയ്തേക്കുന്ന നല്ലൊരു ത്രെഡ് വർക്കും പിന്നെ ചെറിയൊരു മിറർ വർക്കും ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സറ്റിൽ ഫിനിഷിൽ വന്നിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കണ്ടത്. ഇതുപോലെ ദുപ്പട്ടയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതുപോലെ ഹാത്തി ഡിസൈൻ വന്നിട്ടുള്ള ദുപ്പട്ട, ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1650. അതിൽ ബ്ലാക്കും മെറൂണും തിരിച്ചും വന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വന്നിട്ടുണ്ട്. ഇതിൽ ഹാത്തി ഡിസൈനുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ്. ഇതൊക്കെ ഭയങ്കര ഒരു ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ ഈ സെറ്റ്സിൻ്റെയൊക്കെ. ഇതിൽ കണ്ടോ, ഇതിൽ പീക്കോക്ക് ഡിസൈനാണ് വന്നേക്കുന്നത്. ഇതിലും പീക്കോക്ക് ഡിസൈൻ, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ബ്ലാക്കും ഇതുപോലെ ഇങ്ങനെ വന്നേക്കുന്നത്. ഭയങ്കര ട്രഡീഷണൽ ടച്ചുള്ളൊരു സെറ്റ്. പിന്നെ വന്നേക്കുന്നതാ ഈ ദുപ്പട്ട കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ. ഞാൻ നേരെ നിന്നിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെ. അതിൻ്റെ ഒരു 2 ഡിഫറെൻറ്റ് ഡിസൈനിൽ വന്നിട്ടുണ്ട്. ബ്ലാക്കിൽ റെഡായിട്ട് കോമ്പിനേഷൻ. 1850 ആണ് റേഞ്ച്. ടോപ്പാണിത്, ബോട്ടം റെഡ് കളർ ആൻഡ് ദുപ്പട്ടയാണിത്. ഇതുപോലെ ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ദുപ്പട്ട വരുന്നത്. ഭയങ്കര ഒരു നമ്മളെന്തായാലും ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടും. ഈ ദുപ്പട്ട കണ്ടു കഴിയുമ്പോൾ ഒന്ന് നോക്കും. അതുപോലത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതിൻ്റെയാണ് ഈ ദുപ്പട്ട, ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. 1850 റേഞ്ച്. ഇനി വരുന്നത് ഇതാ, ഇതിൽ ചെറിയ മിറർ വർക്ക് ചെയ്തേക്കുന്ന യോക്കിൽ ചെറിയൊരു ലേസ് പാറ്റേണും ലേസിൻ്റെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ മിറർ വർക്കും കാന്ത വർക്കും ഒക്കെ ചേർന്നിട്ട് വന്നേക്കുന്നതാണ്. 1480 റേഞ്ച്. ദുപ്പട്ട കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ക്രേപ്പ് ദുപ്പട്ട. ഇതിൻ്റെ 4 ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ഈ വർക്ക് ഒന്ന് നിങ്ങൾ നോക്കിക്കോട്ടെ. അപ്പം ദൂരത്തുനിന്ന് കാണുമ്പോൾ ഇത്രയും വർക്ക് ചിലപ്പോൾ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഓരോന്നെടുത്തിങ്ങനെ കാണിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562251075 and 8075551533. അപ്പോൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ ബ്ലാക്കിലാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത്. പക്ക എത്നിക് വെയർ ആയിട്ട് വരുന്ന നല്ല രസമുള്ള സെറ്റ് കേട്ടോ. എൻ്റെ വർക്കൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. എത്നിക് കളക്ഷൻസ് ഇഷ്ടമുള്ളവർക്ക്, ട്രഡീഷണൽ ലുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. 1650 റേഞ്ച്. ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും നോക്കുക, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു ഹാത്തി ഡിസൈനും നല്ല രസമുള്ള ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട. ഭയങ്കര ഒരു നല്ല ഭംഗി, സറ്റിൽ ഫിനിഷിലാണ്. ഭയങ്കര കളറല്ല കേട്ടോ ഇതിൻ്റെ. അറിയാമല്ലോ ഇങ്ങനത്തെ പ്രിൻറ്റ്സ് വരുമ്പോൾ ഭയങ്കര കളറിലല്ല വരിക, സറ്റിൽ ഫിനിഷിലാണ് വരിക. എന്നാൽ നല്ല ഭംഗിയുണ്ട് ഈ കളേഴ്സ് കാണാനായിട്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഇതുപോലെ ബോട്ടം പ്യോർ കോട്ടൺ ആണ്. നല്ല സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് തിരിച്ച് 2 കളേഴ്സിലാണ്. നമ്മൾ നോർമലി ട്രഡീഷണൽ സെറ്റ്സ് എപ്പോഴും വരുന്ന ഈ ഒരു മഡ് കളറിലും ബ്ലാക്ക് കളറിലും അല്ലേ, ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. എല്ലാം തന്നെ ഇതൊക്കെ ദുപ്പട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് കളർ. നെക്സ്റ്റ് വൺ വരുന്നത് ഇത് പീകോക്ക് ഡിസൈനാണ് കേട്ടോ. എനിക്കിങ്ങനെ എത്നിക് കളക്ഷൻസ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു വർക്കും ഹാൻഡ് വർക്കും ഒക്കെ നല്ല രസമുള്ളൊരു വർക്ക് ചെയ്ത്. ഇപ്പം മെഷീൻ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഹാൻഡ് വർക്കിലൊക്കെ വരാറുണ്ടല്ലോ നമ്മുടെ പ്യുവറിൽ. അതുപോലെ ഇത് നല്ല രസമാണ് ആ ഒരു പ്രിൻറ്റ് കാണാനായിട്ട്. പീകോക്ക് ഡിസൈൻ ഇങ്ങനെ ദുപ്പട്ടയൊക്കെ നല്ലൊരു റിച്ച് ലുക്ക് തരുന്നൊരു ദുപ്പട്ട. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബോട്ടം ഇങ്ങനെ 1650 റേഞ്ച്. നെക്സ്റ്റ് വൺ ഒരു ലീഫ് ഡിസൈൻ. ഇതിപ്പോൾ നെക്കിലൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി യോക്ക് ഉള്ളതുകൊണ്ട് നല്ലൊരു സിമ്പിൾ റൗണ്ട് നെക്ക് വന്നിട്ട് കട്ടിങ് വരുന്ന നെക്കോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള നെക്കോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും ഇതിന്. ബട്ട് ഇതുപോലെ ഹാൻഡ് ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ. നല്ല ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, എന്നാലാണിത് കോട്ടൺസ് എപ്പോഴും ലാസ്റ്റ് ചെയ്യാന്നുള്ളത്. വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ഫിനിഷിലുള്ള കോട്ടനാണ്, തിക്നെസ് ഉള്ള കോട്ടൺ അല്ല കേട്ടോ. ഇതുപോലെ നെക്സ്റ്റ് ഡിസൈൻ ഈ ഒരു ബാന്തിനി പ്രിൻ്റ് പോലെയും കൂടെ വന്നേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ദുപ്പട്ട ഹാത്തി ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. ഇതുപോലെ ഹാൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇനി വരുന്നത് ഞാൻ നേരത്തെ ദുപ്പട്ട കാണിച്ചില്ലേ, അതിൻ്റെ ടോപ്പ് ബ്ലാക്ക് കളറിൽ ചെറിയ പ്രിൻറ്റ്. 1850 റേഞ്ച്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സെറ്റാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പാറ്റേണിൽ ചെയ്യുന്നത്. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഇതുപോലെ കട്ട് വർക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള
ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് റെഡ് കളർ. നല്ല കോമ്പിനേഷനുമാണ്, നല്ല രസമുള്ള പാറ്റേണും. ഇനി വരുന്നത് സ്ട്രൈപ്സ് വന്നിട്ടുള്ളൊരു പാറ്റേൺ. നല്ല നല്ല കോട്ടൺ ആട്ടോ ഇത്, നല്ല കളറും നല്ല ജെറ്റ് ബ്ലാക്ക് കളറും വന്നേക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ നല്ല രസമുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഞാൻ ഫസ്റ്റ് കാണിച്ച സെറ്റിൽ ഈ ഒരു സെറ്റ് കാണിച്ചില്ല, അതിൽ പ്ലെയിൻ ആയിട്ടുള്ള മിഡിൽ പോർഷനിൽ കട്ടിങ് വരാത്ത ദുപ്പട്ടയും ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയും ദുപ്പട്ട ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തേക്കും. ദുപ്പട്ടയുടെ എൻഡ് പോർഷനിലൊക്കെ കണ്ട് ഇതുപോലെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, വർക്കും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ദുപ്പട്ട. 1850 ആണ് റേറ്റ്. ബോട്ടം എന്താ ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ സെറ്റാണ്. നല്ല രസമുള്ള ഹാൻഡ് വർക്കും കാന്ത വർക്കും ചെറിയ ബുള്ളൻ നോട്ടുമാണ് ഈ യോക്കിൽ ചെയ്തേക്കുന്നത്. സിക്സാക്ട് പാറ്റേണിൽ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ മിറർ വർക്കും കൂടി പോയിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ്. നല്ല സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട വിത്ത് 3 കളർ കോമ്പിനേഷൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചേർന്ന് കിടന്നോളൂ, ഇട്ടാൽ നല്ല സുഖമായിട്ട് കിടക്കും. ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, സിക്സാക്ട് പാറ്റേൺ. ഇതാണ് യോക്കിൽ കൊടുത്തേക്കുന്ന പാറ്റേൺ. 1480 റേഞ്ച്. നെക്സ്റ്റ് വൺ, ഇതൊക്കെ നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കാണ്. സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല സോഫ്റ്റായിട്ട് കിടന്നോളും. കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. കളർ കോമ്പിനേഷൻ നോക്കുക ദുപ്പട്ടയുടെ. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ബോട്ടം സിക്സാക്ട് പാറ്റേൺ ഇങ്ങനെ. നെക്സ്റ്റ് ഷെയ്ഡ് ഇൻഡിഗോ ബ്ലൂ. ഇതുപോലെ ദുപ്പട്ട വരുന്നത് റെഡും ബ്ലൂവും ഗ്രീനും കൂടിയുള്ള, റെഡും ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ. ഇങ്ങനെ ബോട്ടം ഇതുപോലെ. 1480 റേഞ്ച്. എല്ലാം നല്ല സെറ്റ്സ്, ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. നല്ല നല്ല സെറ്റ്സുമാണ്. ഭയങ്കര കംഫർട്ടബിൾ ഫാബ്രിക്കുമാണ്. ഇതെല്ലാം ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സ്. അതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കുക. ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിന് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ
ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.